ആ നിരക്ക് ആ കുടുംബത്തിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല എന്ന് വെച്ച് തെറ്റായ ഒരു കാര്യം ഒരു നടപടി. ഇപ്പൊ അതിൽപ്പെട്ട ഒരാള് മദ്യപിച്ചുകൊണ്ട് പിന്നെ ദുബായിലെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നതിന്റെ ഫോട്ടോ ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഇതാണിപ്പോ നമ്മുടെ തങ്ങന്മാർ. എല്ലാ തങ്ങന്മാരെയും അല്ല, മദ്യപാനിയായ ഒരാൾ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഞാൻ ഉടനെ തന്നെ ചന്ദ്രിക എഡിറ്ററായിരുന്ന അന്നത്തെ എന്റെ സ്നേഹിത CP സേതുപതി അദ്ദേഹത്തിന് വിവരം അറിയിച്ചു, ഇങ്ങനെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അവരോട് സൂക്ഷ്മത പാലിക്കണമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഞാനത് പബ്ലിഷ് ചെയ്തില്ല. അത് ആ കുടുംബത്തിനോട് ബഹുമാനം കൊണ്ടാണ് ഞാനത് പബ്ലിഷ് ചെയ്യാതിരുന്നത്. അത് ഞാൻ മാധ്യമത്തിൽ ജോലി ചെയ്യാം, എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ പറയുന്നത്. എനിക്ക് അതിനൊരു കഴിവുണ്ടായിരുന്നു, ചുറ്റുപാടുണ്ടായിരുന്നു. അപ്പൊ ആ കുടുംബത്തെ അപമാനിക്കാൻ നമ്മൾ ഉദ്ദേശമല്ല. പിന്നെ വേറെ ചോദിക്കുന്നത്, പാണക്കാട് കുടുംബത്തെ പഠിപ്പിക്കാൻ നിങ്ങളാണ് പഠിപ്പിക്കണമെന്നാ പഠിപ്പിക്കുകയും ചെയ്തു. അതിനെന്താ അവർക്ക് എന്താ പ്രത്യേകിച്ചിട്ടുള്ളത്? അവരെ ഭാഗത്ത് തെറ്റ് ഉണ്ടെങ്കിൽ അവരെ തിരുത്തണം. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പിന്നെ സ്ത്രീ മഹറിനെ പറ്റി, മഹർ വല്ലാതെ വാലി ഉയർന്നു പോയി. പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ കഴിയാത്ത അത്ര ഒന്നിലേക്ക് അത് ഉയർന്നു. ആ സന്ദർഭത്തിൽ പിന്നെ ഒരു സ്ത്രീ ഉമർ നിയന്ത്രിക്കാൻ നോക്കി. അപ്പൊ ഒരു സ്ത്രീ സദസ്സിൽ നിന്നിട്ട് വാളെടുത്തിട്ട്, നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഇത് തിരുത്താൻ? അഥവാ നിങ്ങളെങ്ങാൻ ഞങ്ങൾക്ക് അനുവദിച്ചെന്നോ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഇതുകൊണ്ട് നേരെയാക്കും എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാൻ പാടുണ്ടെങ്കിൽ പാണക്കാട് തങ്ങളോട് വലിയ എല്ലാം കൊണ്ട് ഞാൻ പറയും. ഞങ്ങളെപ്പോലത്തെ ആൾക്കാര് പാണക്കാട് തങ്ങളൊന്ന് പ്രസാദിച്ച് കിട്ടിയാൽ പിന്നെ മുസ്ലിം ലീഗിൽ മത്സരിക്കാൻ ഒരു സ്ഥാനമോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനമോ അല്ലെങ്കിൽ റോഡ് കോൺട്രാക്റ്റോ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്നവരെ അല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല എന്റെ ഒന്നും രാഷ്ട്രീയമാവേണ്ടത്. എന്നെ ഞാൻ ആ മാധ്യമത്തിൽ നിന്ന് പോന്നപ്പോൾ ഉടനെ മാധ്യമ ചന്ദ്രികയിൽ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്യുകയും എന്നെ വിളിക്കുകയും ശിഹാബ് സംസാരിക്കുകയും തുടർന്ന് അവിടെ നടന്നൊരു ഇന്റർവ്യൂ എന്നെ കൊണ്ട് നടത്തിക്കുകയും അവസാനം ഇന്റർവ്യൂവിൽ ഞാൻ തങ്ങൾ അത് അംഗീകരിക്കണം, യോർഡുള്ള ഒപ്പിടണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അങ്ങനെ